പുഴാതി നോർത്ത് യു.പി. സ്കൂൾ 1983-89 ബാച്ച് വിദ്യാർത്ഥികൾ 35 വർഷങ്ങൾക്ക് ശേഷം ഒത്തുകൂടി. പഴയ സഹപാഠികളെ കാണാനും സൗഹൃദങ്ങൾ ഊട്ടിയുറപ്പിക്കാനും പ്രിയപ്പെട്ട അധ്യാപകർക്കൊപ്പമാണ് വിദ്യാർത്ഥികൾ ഒത്തുകൂടിയത്. പൂർവ്വ വിദ്യാർത്ഥി സംഗമം സ്കൂൾ പ്രധാന അധ്യാപകൻ അബ്ദുൾ റാഷിദ് ഉദ്ഘാടനം ചെയ്തു. ഞാൻ സത്യത്തിൽ ഇവിടെ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ ഒരു 20 വയസ്സുകാരൻ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് നേരെ യാതൊരു പ്രവൃത്തി പരിചയമില്ലാതെ സ്കൂളിലേക്ക് കടന്നു വരികയാണ്. ആ സമയത്ത് എന്നെ കൈ പിടിച്ച് നടത്തിച്ച എന്നെ അധ്യാപനം എങ്ങനെയാണ് എന്ന് പഠിപ്പിച്ച, ഒടുവിൽ ഈ ഒരു പ്രധാന അധ്യാപക കസേരയിലേക്ക് എന്നെ എത്തിക്കാൻ വേണ്ടി പ്രയത്നിച്ച എൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാരാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വേദിയിൽ എനിക്കും കൂടി പങ്കെടുക്കാൻ പറ്റുന്നത് വളരെ അഭിമാനകരമാണ്, വളരെ സന്തോഷകരമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും 35 വർഷം പുറകോട്ടായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക അല്ലേ? അന്നത്തെ ആ ഒരു ക്ലാസ് റൂം അതാണ് ഇവിടെ പുനരാവിഷ്കരിക്കുന്നത്. അന്ന് പക്ഷേ ക്ലാസ് റൂമിൽ പറഞ്ഞ പോലെ എല്ലാ അധ്യാപകരും ഒരുമിച്ച് കാണുന്നില്ല, ഒരു ക്ലാസ് റൂമിൽ അധ്യാപകർ ഉണ്ടാവുള്ളൂ. ഇന്ന് അന്നത്തെ ക്ലാസ് റൂമിൽ ഉണ്ടായ കുട്ടികളൊക്കെ ഉണ്ട്, എന്നാൽ അന്ന് പഠിപ്പിച്ച അധ്യാപകരൊക്കെ ഉണ്ട്. വളരെ സന്തോഷം. ആലോചിച്ച് നോക്കി നിങ്ങൾ അല്ലേ? ആ ഒരു 35 വർഷത്തിന് ശേഷവും നമുക്ക് അങ്ങനെ ഒരു ക്ലാസ് റൂം ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതിന് വലിയൊരു ഭാഗ്യമാണ്. കൊറ്റാളി മൊട്ടമ്മൽ സ്കൂൾ ക്ലാസ്മേറ്റ്സ് വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചത്. 9 പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ വർഷം സ്കൂളിന്റെ പഴയ പേരിൽ തുടങ്ങിയ കൊറ്റാളി മൊട്ടമ്മൽ സ്കൂൾ ക്ലാസ്മേറ്റ്സ് എന്ന വാട്സപ്പ് കൂട്ടായ്മയിൽ ഇന്ന് 80ലധികം മെമ്പർമാർ ഉണ്ട്. ചടങ്ങിൽ 83-89 കാലയളവിൽ പഠിപ്പിച്ച അധ്യാപകരെയും ജീവനക്കാരെയും ആദരിച്ചു. അധ്യാപകരായ ഷൺമുഖൻ, മോഹനൻ കെ, സദാനന്ദൻ, മോഹനൻ എം, രമ, ലത, ഉഷ, ശാലിനി, രഞ്ജിനി, സരോജിനി, കൂടാതെ സ്കൂൾ മാനേജറായ ബാലഗോപാൽ, സ്കൂൾ ജീവനക്കാരിയായ കമല എന്നിവരെയാണ് ചടങ്ങിൽ ആദരിച്ചത്. അധ്യാപകരായ രമാവതി, ജലജ, ലളിത, ശൈലജ, വീണ, ശ്രീജ എന്നിവർക്ക് വ്യക്തിപരമായ കാരണങ്ങളാൽ സംഗമത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. കൂടാതെ വാർദ്ധക്യ സഹജമായ അസുഖം കാരണം വരാൻ സാധിക്കാതിരുന്ന രോഹിണി ടീച്ചറെ വീട്ടിൽ പോയി ആദരിച്ചു. തുടർന്ന് ഓർമ്മ പുതുക്കലിന്റെ ഭാഗമായി സൗഹൃദ അനുമോദനം നടത്തി. കൂട്ടുകാർ തമ്മിൽ മൊമെന്റോ കൈമാറി. കൂടാതെ കേക്ക് മുറിച്ചും ഗ്രൂപ്പ് ഫോട്ടോ എടുത്തും അവർ സൗഹൃദ സംഗമം ശ്രദ്ധേയമാക്കി. പൂർവ്വ വിദ്യാർത്ഥികൾ സ്കൂളിന് 2 സ്മാർട്ട് TV സമ്മാനിച്ചു. പ്രധാന അധ്യാപകൻ ഏറ്റുവാങ്ങി. തുടർന്ന് ആദരവ് ഏറ്റുവാങ്ങിയ അധ്യാപകർ മറുമൊഴി നടത്തി. പൂർവ്വ വിദ്യാർത്ഥികളായ ഷംന, സനേഷ്, ഷജിത്ത്, അനിത, ഷീജ, സിജിന, അജയൻ, ഷൈൻ എന്നിവർ സംസാരിച്ചു. സംഗമത്തിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി.